വിശദമായ വാർത്തയിലേക്ക്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ദുരിതത്തിന് അറുതിയില്ല. ലിഫ്റ്റ് പ്രവർത്തനരഹിതമായതിനാൽ മൃതദേഹം വീണ്ടും ചുമന്നിറക്കി. ബേക്കൽ സ്വദേശിയുടെ മൃതദേഹമാണ് ബന്ധുക്കളും ജീവനക്കാരും ചേർന്ന് ചുമന്നിറക്കിയത്. ഇതാദ്യമായല്ല കാസർഗോഡ് ജനറൽ ആശുപത്രിക്കെതിരെ ഇത്തരത്തിലുള്ള പരാതികളും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളും ദുരിതപൂർണമായ ദൃശ്യങ്ങളും പുറത്തുവരുന്നത്. ഇപ്പോൾ വീണ്ടും ലിഫ്റ്റ് പ്രവർത്തനരഹിതമാവുകയും മൃതദേഹം ചുമന്നിറക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. എന്തായാലും ഇപ്പോൾ KV ബൈജു വിവരങ്ങളുമായി ഉടൻ നമുക്കൊപ്പം ചേരും. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങൾ കാണുന്നത് ലിഫ്റ്റ് തകരാറിലായി. അത് കാരണം ഒരു മൃതദേഹം ബന്ധുക്കളും ജീവനക്കാരും ചേർന്ന് ചുമന്നിറക്കേണ്ടി വന്ന ദൃശ്യങ്ങളാണ്. ലിഫ്റ്റ് കേടായതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാം. അത് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഇത് ആദ്യമായല്ല ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ഇതിനു മുമ്പും ഇത്തരത്തിൽ ലിഫ്റ്റ് കേടാവുകയും അതുമായി ബന്ധപ്പെട്ട രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടുകയും ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവയവദാനത്തിൽ ദുരൂഹതയേറെ. കൊച്ചി ലേക്ക് ഷോർ അവയവദാന വിവാദത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി എബിന്റെ കുടുംബം രംഗത്ത്. അപകടത്തിന് ശേഷം ഗുരുതരാവസ്ഥയിലുള്ള എബിനെ കോതമംഗലത്ത് നിന്ന് കൊച്ചിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ വൈകിയെന്നും കാര്യമായ പരിക്കില്ലാത്ത സഹോദരൻ ബിബിനെയാണ് ആദ്യം എത്തിച്ചതെന്നും എബിന്റെ അമ്മ പറഞ്ഞു. അവയവദാനത്തിനുള്ള പരിശോധനകൾ മാത്രമാണ് എബിന് ആശുപത്രികൾ നൽകിയതെന്ന് സഹോദരനും ആരോപിച്ചു. ന്യൂസ് 18നോടാണ് അമ്മ ഓമനയുടെയും സഹോദരൻ ബിബിന്റെയും പ്രതികരണം. 2009 അപകടത്തിൽ മരിച്ച എബിന്റെ അവയവദാനവുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. വാഹനാപകടത്തിൽ എബിനും സഹോദരൻ ബിബിനും പരിക്കേറ്റിരുന്നു. എന്നാൽ കുറഞ്ഞ പരിക്കുള്ള ബിബിനെയാണ് ആദ്യം കൊച്ചിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി എത്തിച്ചത്. എന്നാൽ 4 മണിക്കൂറിന് ശേഷമാണ് എബിനെ കൊണ്ടുപോയത്. ഇതിൽ ദുരൂഹതയുണ്ടെന്ന് അമ്മ ഓമന. ബെസോലിയസ് അവിടെ ചെന്നിട്ട് മൂത്ത മോന് ഏതാണ്ട് ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് ചികിത്സ കൊടുത്തു എന്നാണ് അറിവ്. ഇളയ മോന് ചികിത്സയൊന്നും കൊടുത്തിട്ടില്ല. ഇളയവനാണ് കൂടുതലായിട്ട് സീരിയസ് ആയിട്ട് തല പൊട്ടിയിട്ടുണ്ട്. പോസ്റ്റയിലോട്ട് തല ഇടിച്ചിട്ടുണ്ട്. മൂത്തവനെ കൊണ്ടുവന്ന് എത്തിച്ച് ലക്ഷറി കൊണ്ടുവന്ന് എത്തിച്ചു കഴിഞ്ഞാണ് ഇളയ മോനെയും കൊണ്ട് ബേബിനെയും കൊണ്ട് മരിച്ച ബേബിനെയും കൊണ്ട് പോയത്. കുഞ്ഞിന് ഒരു ചികിത്സയും കൊടുത്തിട്ടില്ല. ബെസോലിയോസി വന്നപ്പോഴെങ്കിലും അവർക്ക് എന്തെങ്കിലും കുഞ്ഞിന് കൊടുക്കാമായിരുന്നു. അത് ചെയ്യാതെ നേരെ ലക്ഷറി കൊണ്ടുപോയി അവിടെയും ചികിത്സ കൊടുക്കാന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് വലിയൊരു ഗൂഢാലോചനയുടെ ഒരു. വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നതെന്നാണ് ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചത്. എന്നാൽ ചികിത്സയുടെ 2ാം ദിനം വെന്റിലേറ്റർ ഉണ്ടായിരുന്നില്ല. ഞാൻ ചെന്ന് ആദ്യം കണ്ടപ്പോൾ തന്നെ വെന്റിലേറ്ററിലാണ്. ഇപ്പോൾ 2ാമത് ചെല്ലുമ്പോൾ വെറും ഒരു കട്ടിലിൽ കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. കുഞ്ഞിനെ ഞാൻ കണ്ടു, ഉമ്മ വെച്ച് പോരുകയും ചെയ്തു. അന്ന് അവന് മെഡിസിൻ കൊടുത്ത് ഇപ്പം ഞാനതെല്ലാം ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവയവദാനത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് ആദ്യം പ്രവേശിപ്പിച്ച കോതമംഗലത്തെ ബെസോലിയസ് ആശുപത്രിയിൽ നടത്തിയതെന്ന് സംശയിക്കുന്നതായി കുടുംബം പറയുന്നു. മൂത്ത ആളെങ്കിലും കിട്ടട്ടെ എന്നും പറഞ്ഞിട്ടാണ് ബിബിൻ ചേട്ടനെ ലേക്ക് ഷോറിലേക്ക് കൊണ്ടുപോകുന്നത്. അതും 2 പേരെയും ലേക്ക് ഷോറിലേക്ക് റെഫർ ചെയ്യുന്നതും അവിടുത്തെ ഡോക്ടറാണ്. ആ ഡോക്ടർ എബിൻ ചേട്ടായിക്ക് ആകെ ചെയ്തേക്കുന്ന ജനറൽ ടെസ്റ്റ് മാത്രം, എന്ന് വെച്ചാൽ HIV ടെസ്റ്റ്, ഇങ്ങനെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എബിന്റെ ശരീരത്തിൽ നിന്ന് വൃക്കകളും കരളും ദാനം ചെയ്യുന്നുവെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. എന്നാൽ ഹൃദയഭാഗങ്ങൾ അടക്കം മാറ്റിയതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നു. ദേഹപരിശോധനയ്ക്ക് ബന്ധുക്കൾ ശ്രമിച്ചെങ്കിലും അനുവദിച്ചില്ല. നമുക്ക് പോസ്റ്റ്മോർട്ടം ഇതിലാണ് നമുക്കെല്ലാം ഡൗട്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അവയവം ദാനം ചെയ്തേക്കുന്നത് 4 അവയവം എടുത്തിട്ടുണ്ടെന്ന് അതിലുണ്ട്. ആർക്ക് വെച്ചെന്നുള്ളതില്ല. ഹാർട്ടിന്റെ വാൽവ് കട്ട് ചെയ്തേക്കുന്നുണ്ട്. പക്ഷെ ഇത് പിന്നീട് ഈ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് നമ്മുടെ അതായത് ഡെൻകെയറിലാണ് ഇതിന്റെ ഫുൾ ഇതുണ്ടായിരുന്നു. നമ്മൾ ചോദിച്ചാൽ ഇവര് നമ്മുടെ കയ്യിൽ തരുന്നുമില്ലായിരുന്നു. എബിന്റെ അമ്മയും സഹോദരനും ജോലി ചെയ്ത സ്ഥാപനമാണ് എബിന്റെ ചികിത്സാ കാര്യങ്ങൾ നോക്കിയിരുന്നത്. ചികിത്സാ രേഖകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളും സ്ഥാപനം പിടിച്ചുവച്ചതായും കുടുംബം ആരോപിക്കുന്നു. ന്യൂസ് 18 കൊച്ചി.
അവയവദാന വിവാദത്തിൽ ആരോപണങ്ങൾ തള്ളി ലേക്ക് ഷോർ ആശുപത്രി. ചികിത്സയിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രിയുടെ വാദം. ചികിത്സയ്ക്കെത്തിച്ചപ്പോൾ രോഗി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. മെഡിക്കൽ നടപടിക്രമങ്ങളും അവയവദാന നിയമങ്ങളും മനുഷ്യാവകാശ നിയമങ്ങളും പാലിച്ചായിരുന്നു നടപടികളെന്നും ലേക്ക് ഷോർ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റെത്തിയ യുവാവിന്റെ മരണം മസ്തിഷ്ക മരണമാക്കി അവയവദാനം നടത്തി എന്ന കേസിൽ ലേക്ക് ഷോർ ആശുപത്രിക്കും 8 ഡോക്ടർമാർക്കുമെതിരെയാണ് അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ആ കേസിൽ ലേക്ക് ഷോർ ആശുപത്രിയുടെ പ്രതികരണം തേടുകയാണ് ന്യൂസ് 18. നമ്മളോട് ഇന്ന് പ്രതികരിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ലേക്ക് ഷോർ ആശുപത്രിയിലെ മെഡിക്കൽ ഡയറക്ടർ H. രമേശ്, ഒപ്പം തന്നെ കമ്പനി സെക്രട്ടറി മുരളീധരൻ. നേരിട്ട് കാര്യത്തിലേക്ക് വരികയാണ്. എന്താണ് എബിൻ അന്ന് സംഭവിച്ചത്? എബിന് ആക്സിഡന്റ് പറ്റി മസ്തിഷ്ക മരണം സംഭവിച്ചു. അന്നത്തെ സൊസൈറ്റി ഓഫ് ഓർഗൻ റിട്രീവൽ ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയുടെ നിയമങ്ങൾ പ്രകാരം, ഗവൺമെന്റിന്റെ അംഗീകരിച്ചിട്ടുള്ള നിയമങ്ങൾ പ്രകാരം അതിൻ്റെ മസ്തിഷ്ക മരണം സർട്ടിഫൈ ചെയ്യപ്പെട്ടു. ആ അവയവം വേറെ പേഷ്യന്റിന് കൊടുത്തു. അതാണ് സംഭവിച്ചത്. ഈ ഒരു വിവാദം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വിവാദത്തോട് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രതികരണം? ഇപ്പോൾ ഈ വിവാദം ഉണ്ടെന്ന് മാധ്യമങ്ങൾ വഴിയാണ് നമ്മൾ അറിയുന്നത്. ഇപ്പോൾ ഡോക്ടർ ഗണപതി പരാതി സമർപ്പിച്ചിട്ടുണ്ടെന്നും കോടതി അത് സ്വീകരിച്ച് അതിപ്പോൾ ഒരു കേസുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇനിയാണ് വേണമെങ്കിൽ എല്ലാ കൺസേൺ റെസ്പോണ്ടൻസിന് സമ്മൺസൊക്കെ ചെല്ലേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് കുറേ മാധ്യമങ്ങൾ ഓൾറെഡി അതിന് വളരെ വിശദ കവറേജ് കൊടുത്തു കഴിഞ്ഞു. പക്ഷെ ആശുപത്രിയുടെ ഭാഗം ആരും കേട്ടില്ല, ചോദിച്ചില്ല, പറയാൻ അവസരം തന്നില്ല. അതിൽ കുറച്ച് ഖേദമുണ്ട്. ഇപ്പോൾ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാനുള്ളത്, എനിക്ക് കേസ് ഫയൽ ഞാൻ നന്നായിട്ട് പഠിച്ചു. എനിക്ക് ഇതിൻ്റെ സ്ഥിതി ഏതാണ്ട് മനസ്സിലായി. അതിനകത്ത് യാതൊരു തെറ്റ് സംഭവിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അന്നത്തെ നിയമങ്ങൾ എന്തൊക്കെയായിരുന്നു അതിനനുസരിച്ചാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പൂർണ്ണ ധൈര്യമുണ്ട്. കോടതി ഇത് ഫുള്ളായിട്ട് അന്വേഷിച്ച് വരുമ്പോൾ ആശുപത്രിയുടെ ഈ പ്രശ്നമെല്ലാം ക്ലിയറാക്കി തരും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ മലേഷ്യൻ പൗരനാണ് ഡോണറായി എത്തുന്നത്. എങ്ങനെയാണ് ഒരു മലേഷ്യൻ പൗരൻ ഡോണറായി സ്വീകർത്താവായി എത്തുന്നത്? ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് വിദേശ രോഗികൾ വന്ന് ചികിത്സിക്കുന്നുണ്ട്. അന്നും ചികിത്സിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മലേഷ്യൻ പൗരൻ വരുന്നു എന്നേ ഉള്ളൂ. അതിനൊരു പ്രത്യേക ഒരു സാഹചര്യമൊന്നുമല്ല. അപ്പോൾ അന്നത്തെ നിയമപ്രകാരവും ഈ അലോട്ട്മെന്റ് ഓർഗൻ കൊടുക്കുന്നതെല്ലാം കൂടെ അന്നത്തെ നിയമപ്രകാരം ചെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ മലേഷ്യൻ എംബസി നൽകിയ സർട്ടിഫിക്കറ്റിൽ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അദ്ദേഹത്തിന് ഡോണർ ആയിരിക്കുന്നത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. അതിനെക്കുറിച്ച് ആശുപത്രിക്ക് അറിയാമോ? അത് ഇപ്പോൾ കോടതിയിലുള്ള വിഷയമായതുകൊണ്ട് എനിക്ക് പറയാൻ അധികാരമുണ്ടോ എന്നറിയില്ല. അത് സബ് ജുഡീഷ്യൽ ആയിരിക്കാം. പക്ഷെ അത് ഈ ലിവിങ് റിലേറ്റഡ് ഡൊണേഷനും മസ്തിഷ്ക മരണം ഗ്രാഫ്റ്റ് അവൈലബിൾ ആണെങ്കിൽ ലിവിങ് ഡൊണേഷൻ വേണ്ടി വരില്ലല്ലോ. അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇത് തെളിയിക്കുന്നത്. അല്ലാതെ അത് മലേഷ്യൻ എംബസി അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുത്തതിൻ്റെ പേരിൽ എല്ലാം ഇറഗുലർ ആണെന്ന് പറയാൻ ഒരു ജസ്റ്റിഫിക്കേഷനുമില്ല. ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ എബിന്റെ ഒരു കണ്ടീഷൻ അതെങ്ങനെയായിരുന്നു? എപ്പോഴാണ് എത്തിക്കുന്നത്? ഈ അപകടം മറ്റേ പരിക്കേറ്റ് കഴിഞ്ഞിട്ട് 1-1.5 ദിവസം കഴിഞ്ഞിട്ടാണ് വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യന്റിനെ ഇങ്ങോട്ട് അയക്കുന്നത്. അപ്പം തന്നെ അദ്ദേഹത്തിന്റെ റെക്കോർഡ് പ്രകാരം ഈ പ്യൂപ്പിൾസ് ഡയലേറ്റഡ് ആണ്, റിയാക്ട് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ വളരെ ഗുരുതര അവസ്ഥയിലാണ് പേഷ്യന്റ് വന്നത്. ചികിത്സിച്ചിട്ടും അതിൽ മാറ്റം വരാഞ്ഞിട്ടാണ് പിന്നെ മസ്തിഷ്ക മരണം എന്നുള്ള കാര്യം നമുക്ക് ബോധ്യമാവുകയും അതനുസരിച്ച് നമ്മൾ അതിൻ്റെ ഡോക്ടർമാരെ വിളിക്കുകയും അത് നോക്കിക്കുകയും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ കുറേ സമയം നടന്നിട്ടുണ്ട്. ആദ്യത്തെ CT സ്കാനിൻ്റെ അവസ്ഥയായിരിക്കില്ല അല്ല പേഷ്യൻറ്റിൻ്റെ പിന്നത്തെ അവസ്ഥ. പിന്നെ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും കുറേ കൂടെ വഷളായി കഴിഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം സർജൻ കണ്ടെത്തിയ ഒരു കാര്യം,
തലയിൽ രക്തം കട്ട പിടിച്ചത് നീക്കം ചെയ്തിട്ടില്ല. അത് നീക്കം ചെയ്യുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ എബിൻ രക്ഷപ്പെടുമായിരുന്നു എന്നാണ്. 2 ആശുപത്രികളിൽ എത്തിച്ചുവെങ്കിലും അതിനുള്ള പ്രാഥമികമായ ടെസ്റ്റ് പോലും നടത്തിയില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കോടതിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഞാനത് കൃത്യമായിട്ട് വായിക്കണം. അതിപ്പോൾ കോടതി മുന്നാണ് നമ്മളത് സമർപ്പിക്കേണ്ടത്. അത് സമർപ്പിച്ചിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സിനെ കുറിച്ച് പറയാൻ പറ്റും. അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ പിന്നാലെ പേഷ്യൻറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാനൊരു നിവൃത്തിയില്ല. ബ്രെയിൻ ഡെഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതിന് തെളിവുകൾ കണ്ടെത്തേണ്ടത് എക്സ്പേർട്സാണ്. 4 എക്സ്പേർട്സ് അന്നത്തെ നിയമപ്രകാരം നോക്കി അത് സമ്മതിച്ചിട്ടാണ് അത് സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ആ ക്ലിനിക്കലുമായിട്ട് യാതൊരു കണക്ഷൻ ഇല്ല. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് മൃതദേഹം കിട്ടുമ്പോൾ ഉള്ള പുള്ളിയുടെ ഒബ്സർവേഷൻസ് അങ്ങ് എഴുതി കൊടുത്തു എന്നേ ഉള്ളൂ. അതിനകത്ത് വലിയ ചർച്ച വിഷയം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കോടതി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് അവയവ മാറ്റത്തിൽ വിദഗ്ധരായ ഡോക്ടർമാർ തന്നെയാണ് ആദ്യഘട്ടം മുതലേ എബിനെ പരിശോധിച്ചത് എന്നതാണ്. അതിനെന്താണ് ആശുപത്രിയുടെ ഒരു വിശദീകരണം? അങ്ങനെ ഒരു തെളിവ് കണ്ടില്ല. ഇത് ന്യൂറോളജിസ്റ്റും പിന്നെ പുറത്തുനിന്ന് ഒരു ഡോക്ടറെ കാണണമെന്നാണ് നിയമം. പുറത്തുനിന്ന് ഡോക്ടർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവയവദാനം ചെയ്യുന്ന ടീമും ഈ പറഞ്ഞ ഈ ഡൊണേഷനിൻ്റെ കാര്യത്തിൽ യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. 6 മണിക്കൂർ ഇടവിട്ട് രോഗിയെ പരിശോധിക്കണം എന്നാണ്. 6 മണിക്കൂർ ഇടവിട്ട് ഈ ഒരു മെഡിക്കൽ സംഘം രോഗിയെ പരിശോധിച്ചിരുന്നു എബിന്റെ കാര്യം. 2009 ആണ്ടിലുള്ള നിയമങ്ങൾ അനുസരിച്ച് ഉള്ള സിസ്റ്റമാണ് അന്ന് പാലിച്ചിരുന്നത്. ഈ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കും മുമ്പുള്ള അപ്നോയിയ ടെസ്റ്റ് എബിനെ നടത്തിയിരുന്നു. അത് അന്നത്തെ നിയമങ്ങൾ പ്രകാരം അത് ആവശ്യമില്ല. അത് ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആയിട്ടാണ് അന്ന് പറഞ്ഞിരുന്നത്. എന്ന് വെച്ചാൽ അതുതന്നെയാണ് പല ഡോക്ടർമാരെ കൊണ്ട് പരിശോധിപ്പിക്കണമെന്ന് നിയമം വെച്ചിരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതനുസരിച്ച് ചെയ്തിരുന്നു. അങ്ങനെയാണ് അത് അപ്നിയ ടെസ്റ്റിന്റെ ആവശ്യം അന്ന് വരാത്തത്. അതുപോലെ തന്നെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റെത്തുന്ന ഒരു രോഗിക്ക് പ്രാഥമികമായി നമ്മൾ LFT ടെസ്റ്റ് നടത്തുമോ? അതാണ് കോടതി ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം. അതിനെ കുറിച്ച് എനിക്ക് നോക്കണം. ബിക്കോസ് LFT ടെസ്റ്റിന്റെ കാര്യം പേഷ്യന്റിന്റെ പൊതുവെ എന്തെങ്കിലും വേറെ മാറ്റങ്ങൾ കണ്ടെങ്കിൽ അത് കാണാം. അല്ല അതിനെപ്പറ്റി ഇതിന്റെ ഡീറ്റെയിൽസിന് ഫയലിൽ വായിക്കണം. അത് പിന്നെ കോടതിയിലും ഇത് ചോദിക്കാൻ പോകുന്നതാണെങ്കിൽ അത് കോടതി മുൻ നമുക്ക് അവതരിപ്പിക്കേണ്ടി വരുമല്ലോ. അതുപോലെ തന്നെ ഈ അവയവമാറ്റം നടത്തി കഴിഞ്ഞിട്ടുള്ള എബിന്റെ ശരീരത്തിലെ ഹൃദയം ഉൾപ്പെടെ വികൃതമാക്കപ്പെട്ടു എന്നാണ് കോടതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്താണ് പ്രതികരണം? അത് ഈ കാത്തീറ്റർ നമ്മൾ പല ഓർഗൻസ് എടുക്കണമെങ്കിൽ, കിഡ്നി, ലിവർ എടുക്കണമെങ്കിൽ ഹാർട്ടിന്റെ ഭാഗത്തേക്കാണ് ആ കാത്തീറ്റർ ചെല്ലുന്നത്. അവസാനം വേഗം ഓർഗൻസ് എടുത്ത് അത് അടുത്ത ഭാഗത്തേക്ക് എത്തിക്കണം എന്നാണ്. അപ്പോൾ ആ കാത്തീറ്റർ കിടന്ന ഭാഗത്തൊക്കെ മുറിവുകൾ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല അവിടുന്ന് കുറച്ച് ബ്ലീഡിങ് ഉണ്ടായിരിക്കാം. അതായിരിക്കും ആ ഡോക്ടർക്ക് അങ്ങനെ ഒരു പരിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കാര്യത്തിൽ കോടതി ഈ അന്വേഷണത്തിന് ഉത്തരവിടുന്ന മുമ്പ് ഇതിലെ വിദഗ്ധരായ ഡോക്ടർമാരെ, തിരുവനന്തപുരത്തെയും മഞ്ചേരിയിലെയും മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരോട് വിശദമായ അഭിപ്രായങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് ഇത്തരം ഒരു ഫൈൻഡിങ്സിലേക്ക് എത്തിയത്, കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായും താങ്കൾ പറഞ്ഞ ഒരു ജസ്റ്റിഫിക്കേഷൻ കോടതിക്ക് ബോധ്യപ്പെടും എന്ന് കരുതുന്നുണ്ട്? കോടതിയാണല്ലോ എല്ലാം സുപ്രീം. കോടതി തീരുമാനത്തിന്റെ മുമ്പോ കോടതി പറയുന്നതിന് മുമ്പ് നമുക്കൊന്നും പറയാനില്ല. അവർക്ക് ഇപ്പോൾ പരാതി വന്നു കഴിഞ്ഞാൽ പരാതി കേൾക്കുക എന്നുള്ളതാണ് കോടതിയുടെ ചുമതല. അവരത് വഹിക്കുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ആ ഡോക്ടർമാർ എന്താ അവരുടെ അഭിപ്രായം പറഞ്ഞത് എന്ന് നമുക്കറിയില്ല. അവർ ഈ ഹോൾ പ്രോസസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു എന്ന് പറഞ്ഞെന്ന് ഇദ്ദേഹത്തിന് ന്യൂസ് ഉണ്ടോ? അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്താൽ കൊള്ളാം. പക്ഷെ ഞങ്ങൾക്കതൊന്നും അറിയില്ല. ഞങ്ങൾക്കറിയാവുന്നത് കോടതി ഇങ്ങനെ ഒരു അന്വേഷണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും സമ്മൻസ് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മാത്രം നമുക്ക്
കിട്ടിയിട്ടുള്ള ന്യൂസ്. സാധാരണ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഇന്റേണൽ കമ്മിറ്റി ഉണ്ട് ഇവിടെ എന്നാണ് പറയുന്നത്. ആ ഇന്റേണൽ കമ്മിറ്റിയുടെ ഒരു തീരുമാനം എബിന്റെ കാര്യത്തിൽ എന്തായിരുന്നു? ഇന്റേണൽ കമ്മിറ്റി അന്ന് എൻ്റെ അറിവിൽ ഇല്ല. അന്നതൊക്കെ 14 വർഷത്തിന് മുമ്പുണ്ട് ഉള്ള അവസ്ഥയാണ്. അന്നത്തെ കമ്മിറ്റി അന്നത്തെ നിയമപ്രകാരം, ആ നിയമം എൻ്റെ കയ്യിൽ ആക്ച്വലി ഞാൻ വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ വീണ്ടും വായിച്ചു ഇദ്ദേഹത്തിന് എന്നോട് സംസാരിക്കുന്നതിന് മുമ്പ്. അപ്പോൾ അതിൽ 4 ഡോക്ടർമാർ നോക്കി പരിശോധിച്ച് എല്ലാവരും കൂടെ ഒന്നിച്ച് ഒപ്പിടണം എന്നാണ് പറഞ്ഞിരുന്നത്. അത് നടന്നിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെയാണ് അത് പോയത്. അവയവദാന ദുരൂഹതയിലെ എല്ലാ ആരോപണങ്ങളും തള്ളിയിരിക്കുകയാണ് ലേക്ക് ഷോർ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങളാണ് സൂര്യ വിശ്വനാഥൻ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഇടവേള. ലേഡീസ് ബാൻഡിൽ നമ്മൾ ഇനി അതിഥിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റും അഭിനേത്രിയുമായ അമയ പ്രസാദാണ് ഇന്ന് ലേഡീസ് ബാൻഡിൽ അതിഥിയായി ചേരുന്നത്. ഇപ്പോൾ ആത്മകഥയിലൂടെ തന്റെ ജീവിത യാത്രയുടെ ഉള്ളുപൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ വായനക്കാരിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അമയ. പ്രസാദ് എന്തിന് അമയായി? ആ യാത്രയിൽ തിരിച്ചറിഞ്ഞ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ്? മകൾക്ക് അച്ഛനായ അമയ മകളോട് ഈ അച്ഛന് പറയാനുള്ള കാര്യങ്ങൾ ഒരുപാട് അങ്ങനെ ചോദിക്കാനുണ്ട്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ അമ്മയോട് ചോദിക്കാനുണ്ട്. അമയ, ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം. നമസ്കാരം. വലിയ സന്തോഷം. ഒരു പുസ്തകം എഴുതിയതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നേരത്തെ അമ്മയ വന്നിട്ടുണ്ട് ന്യൂസ് 18-ൽ. ഈ പുസ്തകം എഴുതിയ ശേഷമുള്ള ഒരു അമ്മയ എത്രത്തോളം സംതൃപ്തിയിലാണ് ആ കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞത് വായനക്കാരിലേക്ക് എത്തിയപ്പോൾ? നമുക്ക് അവിടെ നിന്ന് തുടങ്ങിയാലോ അമ്മയ? തീർച്ചയായിട്ടും. പുസ്തകം എഴുതാൻ പ്രചോദനമായത് പ്രസാദിൻ്റെ, ഇപ്പം എല്ലാവരും ചോദിക്കും ആത്മകഥ എഴുതാനുള്ള ഒരു പ്രായമായിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഇനിയും സമയമുണ്ടല്ലോ എന്ന്. പക്ഷേ പ്രസാദ് എന്ന് പറയുന്ന പ്രസാദിൻ്റെ ഒരു ജേണി അവസാനിച്ചിട്ട് അമയിലേക്ക് എത്തുമ്പോൾ പ്രസാദിന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെയാണ് ഞാൻ പുസ്തകമാക്കി അല്ലെങ്കിൽ എൻ്റെ ആത്മകഥയായിട്ട് ഞാൻ എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആത്മകഥ എഴുതിയത്, പെണ്ണായ ഞാൻ. ഈ പെണ്ണായ ഞാൻ, എനിക്കെപ്പോഴും അമ്മയോട് ചോദിക്കാനുള്ള, അമയ പ്രസാദ് എപ്പോഴും ഒരു ട്രാൻസ് വുമൻ അല്ലെങ്കിൽ സ്ത്രീയിലേക്ക് ഒരു പുരുഷൻ മുഴുവനായി മാറുമ്പോൾ ആ പേര് പോലും മൊത്തത്തിൽ എടുക്കാറില്ല. പക്ഷെ അമയ എപ്പോഴും അമ്മയുടെ കൂടുതൽ ആ പ്രസാദ് എന്ന് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് വിട്ടുകളഞ്ഞിട്ടില്ല. ആ പ്രസാദിനെ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് ആ വഴികൾ എന്നുള്ളതാണ്. അത് തന്നെയാണോ പ്രചോദനമായതും ഈ പുസ്തകം എഴുതാൻ? അത് എൻ്റെ അച്ഛനും അമ്മയും ഇട്ട പേര് പ്രസാദ് എന്നായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അമ്മയെന്ന നാമം സ്വീകരിക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഇട്ട പേര് ഒരിക്കലും കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പ്രസാദ് എന്ന ഇതും കൂടെ ചേർത്തിട്ട് അമയ പ്രസാദ് എന്നിട്ടത്. അതിലുപരി പ്രസാദിൻ്റെ പ്രചോദനമാവാൻ കാരണം പ്രസാദ് അനുഭവിച്ച വേദന, അല്ലെങ്കിൽ പ്രസാദിന് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെയും ഇപ്പം അമയായി നിൽക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. അപ്പം അത് പല ഇൻസിഡൻറ്റുകളിലൂടെയാണ് മറ്റു ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒരു കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണം. തെറ്റായിട്ട് കാണുന്നതിനെല്ലാം പോസിറ്റീവ് അല്ലെങ്കിൽ ശരി എന്താണ് എന്ന് എല്ലാവരും അറിയണം എന്നുള്ളത് കൊണ്ടും അതിലുപരി അത് എനിക്ക് എഴുത്തിനോട് പണ്ട് കൊച്ചിലേക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നീടാണ് ഈ ഒരു ആത്മകഥ എഴുതണമെന്ന് തോന്നിയതും. അങ്ങനെ ഈ ഒരു സമയത്തെല്ലാം എഴുതി വയ്ക്കുകയും ആ എഴുതി വെച്ചതിൽ കുറവുകളൊക്കെ നമ്മളിപ്പോൾ എഴുതി വരുമ്പോൾ കുറേ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു നമുക്ക് എങ്ങനെ അതിൻ്റെതായ ഒരു പബ്ലിക്കേഷൻ അല്ലെങ്കിൽ പബ്ലിഷറെ കണ്ടെത്തണം. അപ്പം അൻസാർ വർണ്ണന പേപ്പർ പബ്ലിക്കാണ് അത് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ അതിലൊരുപരി സന്തോഷം. അത് പോയിട്ട് നിയമസഭാ സ്പീക്കർ ഷൈൻ ടോം ചാക്കോ, പന്ന്യൻ രവീന്ദ്ര സാർ എല്ലാവരും കൂടെ ചേർന്നിട്ട് അത് പ്രകാശന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. നല്ല രീതിയിൽ അത് ഇതാവുകയും ചെയ്തു. നല്ല രീതിയിൽ ഇപ്പോൾ സെക്കൻഡ് എഡിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ, അമയ നേരത്തെ പറഞ്ഞതിൽ നിന്ന് തന്നെ, അതായത് എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും അനുഭവിച്ചതുപോലെ അല്ല ഞാൻ അനുഭവിച്ചതെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത അമയ്ക്കുണ്ട്. കാരണം അമയ ആദ്യം ആണായിരുന്നു, പെണ്ണിനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാണായിരുന്നു, പെണ്ണാകണം എന്ന് ആഗ്രഹിച്ച ഒരാണായിരുന്നു. പക്ഷെ വിവാഹം കഴിക്കേണ്ടി വന്നു. വിവാഹം കഴിച്ചു, ഒരു കുഞ്ഞുണ്ടായി. അതിനുശേഷം വീണ്ടും സാഹചര്യങ്ങൾ സ്ത്രീയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പ്രസാദ് എന്ന് പറയുന്ന ആളിനെ അമയയാക്കിയിരിക്കുകയാണ്. ആ ജീവിത വഴി അത് വളരെ വ്യത്യസ്തമായിരുന്നു. ബാക്കിയുള്ള ട്രാൻസ്ജെൻഡേഴ്സിനെ പോലെ അല്ല. അതൊന്ന് പറയാമോ? എങ്ങനെയാണ് ആ ഒരു സാഹചര്യം ഒന്ന് വിവരിക്കാമോ?
സാഹചര്യം വീട്ടിലെ സിറ്റുവേഷൻ ഞാൻ പ്രസാദമായിരുന്ന സമയത്ത് വീട്ടിൽ ഒതുങ്ങിക്കൂടി അല്ലെങ്കിൽ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം നോക്കി നല്ല രീതിയിൽ പോകുന്ന ഒരു പയ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലെ സിറ്റുവേഷൻ മൂത്ത മകനാണ്. അപ്പം സാഹചര്യങ്ങൾ ഇൻസിഡൻസ് ഒക്കെ ഒരുപാടുണ്ട്, വീട്ടിലുള്ള ഇതും കുട്ടിക്കാലത്ത് അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ അതിലുപരിയായിട്ട് ഒരു പെൺകുട്ടിയെ മനസ്സിലുള്ളിൽ ഒതുക്കിയിട്ട് ഒരു ആൺകുട്ടിയായിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവും. പക്ഷേ അതൊരു കല്യാണം എന്നൊരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ചു. അപ്പോൾ കല്യാണം കഴിക്കേണ്ടി വന്നു. അത് അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു, കല്യാണം കഴിച്ചു. പക്ഷേ ആ കുട്ടിയോട് കാര്യങ്ങൾ കുറച്ചൊക്കെ അങ്ങോട്ട് പോകും തോറും അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. അതിലൊരു അഡ്ജസ്റ്റ് ആയിരുന്നു, പുള്ളിക്കാരി അഡ്ജസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ നല്ല രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇങ്ങനെ വൈഫ് ഡെങ്കിപ്പനി വന്നപ്പോൾ, ഡെങ്കിപ്പനി ഭയങ്കരമായി വൈറലായ ഒരു സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് മരിക്കുകയുണ്ടായി. അപ്പോൾ പിന്നെ മോള് മാത്രമായി, മോക്കപ്പോൾ 6 മാസം. അപ്പോൾ മോളെ നോക്കുക എന്നുള്ളൊരു കടമ്പ വന്നു. പിന്നെ സ്വാഭാവികമായിട്ടും മാറി തുടങ്ങിയപ്പോൾ ആദ്യമേ തന്നെ കുട്ടിയായതിനു ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ തന്നെ ഫാമിലിയിൽ നിന്ന് ഇതാകേണ്ടി വന്നു. അപ്പോൾ മാറി തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ എന്നിൽ നിന്ന് ഒരുപാട് അകന്നു, അവരുടെ വീട്ടുകാരും ഒക്കെ നിന്ന് ഞാൻ അകന്നു വന്നതിന് ശേഷമാണ് പിന്നീട് ഇനിയൊരു ഇതിലേക്ക് പോകണ്ട. അപ്പം മോളാണ്, അപ്പം കോടതിയിൽ പോയപ്പോഴും കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പം ഒരു അച്ഛനായത് ഒരു ആൺകുട്ടിയോട് അല്ലെങ്കിൽ ആണിനോട് ഒരു കുഞ്ഞിനെ പറഞ്ഞു വിടില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തിയപ്പോഴേക്കും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എന്നും പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഞാൻ അമ്മയായത്. അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ ഇപ്പം മോക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ജീവിക്കുന്നതും എല്ലാ കാര്യങ്ങളും. അമ്മയെ ഒരു കാര്യം ചോദിച്ചോട്ടെ, അമ്മയെ പറഞ്ഞു ഈ കുട്ടി ആയതിനു ശേഷം അതുപോലെ തന്നെ ഒരു സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞു, കല്യാണം കഴിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ എടുത്തു ചോദിക്കുന്നത് അമ്മയുടെ കുറേ വീഡിയോസ് ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ അമ്മയെ പറയുന്നത് ആരും ഇങ്ങനെ മനസ്സുള്ള ആരും വിവാഹം കഴിക്കരുത് എന്നൊരു വാണിംഗ് കൊടുക്കുന്നുണ്ട് അല്ലേ? അതിനെക്കുറിച്ച് പറയാമോ? അത് അനുഭവിച്ച ആൾ പറയുമ്പോൾ അത്രത്തോളം വീര്യമുണ്ട് അല്ലെങ്കിൽ അത്രത്തോളം അനുഭവിച്ചു എന്നുള്ളത് കൊണ്ടാണല്ലോ. അതിനെക്കുറിച്ച് പറയാമോ? ആ സാഹചര്യം എന്തായിരുന്നു വിവാഹം കഴിക്കേണ്ടി വന്ന സാഹചര്യം? വീട്ടിൽ ഇപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയായിട്ട് നടക്കുമ്പോൾ മറ്റുള്ളവർ പരിഹസിക്കും, പല പേരുകളും പല രീതിയിലും ഒക്കെ പരിഹാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ പെൺകുട്ടിയെ മറച്ചു വെച്ചിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ, ഉള്ളിൽ ഒതുക്കിയിട്ട് ഒരു ആൺകുട്ടിയായിട്ട് ജീവിക്കണം. അപ്പോൾ ആൺകുട്ടിയായിട്ട് എങ്ങനെ ജീവിക്കാം, ഏത് രീതിയിൽ പോവാം, മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ ഇതായിട്ട് നിൽക്കാം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വിചാരിക്കും. ഈ സ്ത്രൈണത മറയ്ക്കാൻ അന്ന് ശ്രമിച്ചിരുന്നോ? ഒരുപാട് ശ്രമിച്ചു. കാരണം ഒരുപാട് പരിഹാസങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അത് മറച്ചു വെക്കാൻ ശ്രമിക്കും. അങ്ങനെ മറച്ചു വെച്ച് ജീവിച്ചതാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഫാമിലിയിൽ നിന്ന് ഇങ്ങനെ തന്നെ വന്നൊരു മാരേജ് വന്നപ്പോൾ അതൊരു അഡ്ജസ്റ്റ് ആണ് തോന്നിയപ്പോൾ ഓക്കെ കുഴപ്പമില്ല, ഇനി മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെയായിരുന്നാലും പ്രസാദമായിട്ട് ജീവിക്കാം. ഈ വിവാഹത്തിന് മുൻപ് ഈ പാർട്ട്ണറോട്, കല്യാണം കഴിക്കാൻ പോകുന്ന ആളോട് പറഞ്ഞിരുന്നോ ഇങ്ങനെ എനിക്കൊരു വിവാഹത്തിന് മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് 6 മാസം ടൈം ഉണ്ട്. ആ സമയത്തൊക്കെ പുള്ളിക്കാരിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ നമ്മൾ വിവാഹം കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും സെക്ഷുവലി ഒക്കെ കാര്യങ്ങൾ വരുന്ന സമയത്ത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, ഒരിക്കലും നമ്മുടെ ഉള്ളിലൊരു പെൺകുട്ടി എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരെയും കല്യാണം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് അവരുടേതായ ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് നിറവേറാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ആയിരുന്നു, അവളും അഡ്ജസ്റ്റ് ആയിരുന്നു. അങ്ങനെ പോകുന്ന സമയത്താണ് ഇങ്ങനൊരു അതിനുശേഷം കുഞ്ഞുണ്ടായപ്പോ അച്ഛനായി വീണ്ടും ആ ഒരു സ്ത്രീ മാതൃത്വം ഒക്കെ അന്ന് തോന്നിയിരുന്നു അമ്മയെ? ഞാൻ അങ്ങനെ ചോദിക്കുന്നത് ഉള്ളിൽ ഒരു പെണ്ണാണ്, ഞാനൊരു പെണ്ണാണ്, അല്ലെങ്കിൽ എനിക്കൊരു പെണ്ണാകണമെന്ന ഭയങ്കരമായ ആഗ്രഹമുണ്ട്. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ആണായി തന്നെ ജീവിക്കുകയും ചെയ്യുന്നു. അതിനിടയിൽ അത് അച്ഛനായി. അപ്പോൾ ആ കുഞ്ഞിനോട് മാതൃത്വം തോന്നിയിരുന്നോ? തീർച്ചയായിട്ടും. മരിച്ചതിന് ശേഷം 1.5 വർഷം 1 വർഷത്തോളം കുഞ്ഞിനെ ഞാൻ തന്നെയാണ് നല്ല രീതിയിൽ നോക്കിയത്. കൂടുതലും ഉണ്ടായിരുന്ന സമയത്തും ഞാനും മാറിയ കുഞ്ഞിനെ എടുക്കാറ്, വേറെ ആരുടെടുത്തും അവൾ പോകത്തില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പം എനിക്ക് അത്രയും ഇതാണ് മോളോട് മാതൃത്വം. എത്ര വയസ്സുള്ളപ്പോഴാ അമ്മ മരിക്കുന്നത്? കുഞ്ഞിന്റെ 6 മാസമുള്ള മോക്കും ആ വൈറൽ ഇൻഫെക്ഷൻ, അത് ഡെങ്കു ബാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ SIT-യിലായിരുന്നു. അത് ഒരു 1.5 മാസം അവിടെ തന്നെയായിരുന്നു. ഞാൻ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും നിന്നതും കാര്യങ്ങളൊക്കെയും. പിന്നെ സാഹചര്യം കൊണ്ട് മാറേണ്ടി വന്നു. ഈ 6 മാസമുള്ള കുഞ്ഞിനെ നന്നായി തന്നെ പ്രസാദ് നോക്കി അല്ലേ? അന്ന് പ്രസാദായിരുന്നല്ലോ. തീർച്ചയായിട്ടും പ്രസാദ് നോക്കി. അപ്പൊ ഈ നിങ്ങളുടെ ഭാര്യയുടെ കുടുംബക്കാർ എങ്ങനെയായിരുന്നു? പ്രസാദിനെ പൂർണ്ണമായി ആ സമയത്ത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നോ? അതോ എപ്പോഴെങ്കിലും ഈ സ്ത്രൈണത പുറത്തു വന്നതാണോ അവരെ പ്രൊവോക്ക് ചെയ്തത്, നിങ്ങളുടെ കൂടെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞത്? അല്ല, ഒന്നാമത്തെ കാര്യം അവിടെ അച്ഛനും അമ്മയും ചെറുപ്പമാണ്. അപ്പോൾ കുഞ്ഞിനെ അവർക്ക് വേണം. പിന്നെ അതിൽ മുതൽ മൂത്തയാളിന് മക്കളില്ല. അപ്പം എല്ലാ ഇതുകൊണ്ട് മൂത്തയാളെന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ വൈഫിന്റെ മരിച്ച ആളിന്റെ ചേച്ചി വൈഫിന്റെ ചേച്ചിക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പൊ നോക്കുമ്പോൾ അവള് നല്ല രീതിയിൽ അവിടെ ഇതാണ് വളർന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയൊക്കെ വന്നപ്പോൾ പിന്നെ ഞാൻ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധമായി. പിന്നെ ഞാൻ അങ്ങോട്ട് മാറുകയാണ് ചെയ്തത്. പിന്നെ കോർട്ടിൽ പോയ സമയത്തും ഒരു ട്രാൻസ്ജെൻഡറുടെ മകൾ എന്ന രീതിയിൽ ജീവിക്കുന്നതിനേക്കാളും പിന്നെ അവര് പ്രസാദ് ഒറ്റപ്പെട്ടു. ആ ഒറ്റപ്പെടലാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. തീർച്ചയായിട്ടും അല്ലേ? അപ്പൊ അന്ന് ഒരു പോയിന്റിൽ തോന്നിയല്ലോ, ഇനി ഞാൻ പ്രസാദ് അല്ല, അല്ലെങ്കിൽ ഞാൻ ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത്, അങ്ങനെയൊക്കെ തോന്നി. ആ ഒരു ടേണിംഗ് പോയിന്റ് എങ്ങനെയായിരുന്നു? തിരിച്ച് ഞാൻ എന്റെ സ്വത്വത്തിലേക്ക് മടങ്ങുന്നു എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, ഇതുവരെ ഞാൻ മറച്ചു വെച്ചിരുന്ന കാര്യത്തിലേക്ക് ഞാൻ പോവുകയാണ് എന്ന് തോന്നിയ ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എല്ലാം കഴിഞ്ഞു. അപ്പം ഈ ഒരു മോളെ കിട്ടില്ലെന്നായി, മോൾ അവിടെയായി. പിന്നെ ഞാനിങ്ങനെ പോകുന്ന സമയത്താണ് ഇങ്ങനെ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് അറിയുന്ന, പിന്നെ നിയ കുക്കു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് തന്നെ നമ്മുടെ സംഘടനയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന അവരെ കാണുകയും കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, നക്ഷത്ര ഇതുപോലെ അങ്ങനെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ആ ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് അവരോടൊപ്പം നല്ല രീതിയൊക്കെ ആയപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് സ്റ്റാർട്ടിങ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇനിയെങ്കിലും ഒരു പെൺകുട്ടി. അപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് തന്നെ തോന്നിയതാണ്, ഞാൻ ഇനി എന്തായാലും ഞാനൊരു പെൺകുട്ടിയായിട്ട് ജീവിക്കണം, എന്തായാലും നല്ല രീതിയിലൊരു പെൺകുട്ടി, അറിയുന്ന ഒരു പെൺകുട്ടിയായിട്ട് ജീവിക്കണം, എൻ്റെ ആഗ്രഹങ്ങളൊക്കെയും ഇതാക്കിയുള്ള ഒരു പെൺകുട്ടിയായിട്ട് തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് അങ്ങനെ ആയതും എല്ലാ കാര്യങ്ങളും. മോൾക്ക് ഇപ്പം എത്ര വയസ്സുണ്ട്? മോൾക്ക് ഇപ്പം 6 വയസ്സ്. 6 വയസ്സുണ്ട്. അറിയോ ഇങ്ങനെ ഒരു അച്ഛൻ ഒരു അമ്മ ഉണ്ടെന്ന്? ഇല്ല, ഒരിക്കലും അവരറിയിക്കില്ലല്ലോ. അറിയിക്കാതെ മാക്സിമം എന്നിൽ നിന്ന് എത്രത്തോളം അകറ്റിയിട്ട് ഇതാക്കാൻ പറ്റുമോ. ഇപ്പോൾ കോർട്ട് ഓർഡർ വെച്ച് ഇട്ട് പറയുന്നത് വീഡിയോ കോൾ വഴി എല്ലാ ഞായറാഴ്ചയും കാണുന്നത്, പക്ഷേ ഫോണൊക്കെ സ്വിച്ച് ഓഫ് എല്ലാ കാര്യങ്ങളാണ്, ഞാൻ വിളിച്ചാലും കിട്ടത്തില്ല. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ കുട്ടികളില്ലാത്തവർ അവരെ അച്ഛ അമ്മ എന്ന് വിളിച്ചാണ് കുഞ്ഞിന് പൂർണ്ണമായിട്ടും അവർ അച്ഛനും അമ്മയാണ്. പ്രസാദും ഈ നേരത്തെ പറഞ്ഞ ഭാര്യയും ഒന്നും ആ കുഞ്ഞിന്റെ മനസ്സിലേ ഇല്ല, ഒരിക്കലും ഇല്ല. അവരെല്ലാം പോയി അവിടെ മോള് അച്ഛനും അമ്മയും അവിടെ അച്ഛനും അമ്മയും ഉണ്ട്, ആ രീതിയിലാണ് വളരുന്നത്. ഞങ്ങളൊന്നൊരു ഇതായിട്ടേ ഇല്ല. അവള് നല്ല രീതിയിൽ അവിടെ വളരുന്നുണ്ട്, അതൊക്കെ ഞാൻ അറിയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ അന്വേഷിക്കുന്നുണ്ട്. മാറി നിന്ന് കാണേണ്ട ഒരു അവസ്ഥ. എന്താ പ്രസാദ് ഇപ്പൊ മനസ്സിൽ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ മോള് കൂടെ വന്ന് നിൽക്കണം? ഇപ്പൊ പൂർണ്ണമായിട്ടും ഒരു സ്ത്രീയല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞില്ലേ? എല്ലാ സർജറിയും കഴിഞ്ഞു. പൂർണ്ണമായും സ്ത്രീയാണ്, അമ്മയാണ്. പ്രസാദ് പോയി, പൂർണ്ണമായും ഒരു പെൺകുട്ടിയാണ്. അപ്പൊ കുഞ്ഞ് സ്വന്തമായിട്ടൊരു കുഞ്ഞുള്ളപ്പോ അതിന് വേണം എന്ന് ആഗ്രഹിക്കുന്നില്ലേ? ഒരുപാട്. അതാ ഞാൻ എൻ്റെ ആത്മകഥ വായിച്ചാൽ അറിയാം, അതിനകത്ത് മോളെ കുറിച്ചാണ് കൂടുതൽ. എവിടെ പറഞ്ഞാലും എൻ്റെ മോളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും എവിടെയും മോളെ കുറിച്ചാണ്. അപ്പം മോള് എന്തെങ്കിലും തേടി വരും എന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുന്നു. അങ്ങനെയുണ്ടോ? തോന്നുന്നുണ്ടോ അങ്ങനെ മോള് വരും? മോൾ ഇതിനെ കുറിച്ചൊക്കെ എവിടെന്നെങ്കിലും ഒക്കെ അറിഞ്ഞതിന് ശേഷം അറിയും. ആ പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. ഇനി നമുക്ക് പുസ്തകത്തിലേക്ക് വരാം. പുസ്തകത്തിൽ മോളെ കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എങ്കിലും ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ച കാലഘട്ടം ഏതായിരുന്നു ജീവിതത്തിൽ? അത് ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ് പുസ്തകത്തിൽ? പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ച കുട്ടിക്കാലത്ത് അനുഭവിച്ച കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് വന്നിരിക്കുന്നതും. പിന്നെ വീണയുടെ മരണവും ഒക്കെയാണ് അതിനകത്ത്. പിന്നെ മോളെ പിരിഞ്ഞ കാര്യവും ഇതിനകത്ത് കൂടുതലായിട്ടാണ്. അത് 3 ഇതിനകത്ത് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സ് സമൂഹത്തിൽ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് അതിനകത്ത് നല്ല രീതിയിൽ അത് രണ്ടാം ഭാഗമായിട്ട് ഞാൻ വിവരിച്ചിട്ടുണ്ട്. വീണയാണ് ഭാര്യ അല്ലേ? വീണയെ കുറിച്ച് നമ്മളൊന്ന് പറഞ്ഞു പോകണം കേട്ടോ. വീണ ഇന്ന് ഈ ലോകത്തില്ല, മരിച്ചുപോയി. പക്ഷേ ആ കുട്ടിയുടെ മനസ്സ് നമ്മളൊന്ന് ആലോചിക്കണം. ഒരാള് അറിയാണ് തൻ്റെ കൂടെയുള്ള പാർട്ട്ണർ പെണ്ണിന്റെ മനസ്സുമായാണ് ജീവിക്കുന്നത്, പക്ഷെ അത് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്തു അല്ലേ? തീർച്ചയായിട്ടും. എത്ര സപ്പോർട്ടായിരുന്നു? നല്ല സപ്പോർട്ട്. കാരണം ഞങ്ങള് വീട് മാറി എൻ്റെ വീട്ടിലായിരുന്നു, അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച് അവള് എന്നോടൊപ്പം നല്ല സ്നേഹത്തോടെയും നല്ല പ്രണയവും ഞങ്ങൾ തമ്മിലെല്ലാം മനസ്സിലാക്കിയൊക്കെ ജീവിച്ചു. പിന്നെ ഞാൻ ജോലി സ്ഥലത്ത് പോയപ്പോൾ എൻ്റെ കൂടെ ജോലി സ്ഥലത്ത് അവളും ഉണ്ടായിരുന്നു. അവൾക്ക് അവിടെ ജോലി വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പ്രഗ്നൻ്റ് ഒക്കെ ആയ സമയത്ത് തിരിച്ച് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ശരി. അപ്പം ഞാൻ പ്രസാദിനെ പൂർണ്ണമായിട്ടും വിടുകയാണ്. ഇനി അമ്മയിലേക്ക് തന്നെ വരുന്നു. അമ്മയ ആക്ട്രസ് ആണ്, മോഡലാണ്, മോഡലിംഗ് ചെയ്യുന്നുണ്ട് അല്ലേ? മോഡലിംഗ് ചെയ്യുന്നുണ്ട്. ഒരു നടിയായിട്ട്, അതായത് മെയിൻ നടിയായിട്ട്, നായികയായിട്ട് അഭിനയിച്ചു കഴിഞ്ഞ ഒരു സിനിമയെക്കുറിച്ച് പറയും. സിനിമയുടെ പേര് ദ ജേണി, ഒരു റോഡ് മൂവിയാണ്. ദ ജേണി. ആന്റണി ആൽബർട്ട് സാറാണ്, ഹിറ്റ് മേക്കറാണ് പുള്ളി. കുറേ കാലത്തിന് ശേഷം, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സാറ് ചെയ്യുന്ന മൂവിയാണ് ദ ജേണി. പിന്നെ എന്താ പറയുക, ഒരു ട്രാൻസ് അല്ലെങ്കിൽ ഒരു വനിത, ഒരു ഓട്ടോറിക്ഷക്കാരി ഒരു രാത്രി സംഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളാണ് ഈ സിനിമയിൽ
ഉന്നയിച്ചിരിക്കുന്നത്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എന്ന് വെച്ചാൽ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു സിനിമ തന്നെയാണ്. പറഞ്ഞാൽ റോഡ് മൂവി തന്നെയാണ്. നൈറ്റ് മാത്രമായിരുന്നു ഷൂട്ട്. ശരി, ഞാൻ അമ്മയുടെ നായിക കഥാപാത്രം എന്ന് പറയുന്നത് ട്രാൻസ് വുമൺ ആണോ അതോ സ്ത്രീ കഥാപാത്രമാണോ? കാണുന്ന പ്രേക്ഷകർക്ക് സ്ത്രീ കഥാപാത്രമായിരുന്നു, പക്ഷെ ട്രാൻസ് വുമൺ ആണ്. അതായത് ലാസ്റ്റ് ആണ് അത്. അയ്യോ, അപ്പൊ നമ്മൾ റിവീൽ ചെയ്യാൻ പാടില്ല, അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാനും പാടില്ല അല്ലെ? ഈ സിനിമയിലേക്ക് വന്നപ്പോൾ നായികയാണെന്ന് അറിഞ്ഞപ്പോൾ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രത്യേക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നോ? ഡയറ്റിലാണെങ്കിലും പിന്നെ നിങ്ങളുടെ വ്യായാമം, ഭക്ഷണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? സാറ് ഒരുപാട്, കേരളത്തിൽ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ സാർ ഒരുപാട് നിരീക്ഷിച്ച്, അല്ലെങ്കിൽ സാർ ഒരുപാട് പേരെ കണ്ടതിന് ശേഷമാണ് എന്നെ സെലക്ട് ചെയ്തത്. അപ്പോൾ അതിലൊരുപാട് സന്തോഷം ആന്റണി സാറിനോട്, ആന്റണി ആൽബർട്ട് സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം സാറ് ഉദ്ദേശിച്ച, അല്ലെങ്കിൽ സാറിന് ഇങ്ങനെ ഒരു ഇതാക്കണമെന്ന് ആഗ്രഹിച്ച ഒരു നടി ഞാനാണെന്ന് തോന്നിയത് കൊണ്ട് സാറ് പറഞ്ഞു. പിന്നെ സാറ് പറഞ്ഞ രീതിയിലുള്ള കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കി ആണ് ഞാൻ ആ ഒരു മൂവി കംപ്ലീറ്റ് ചെയ്തത്. ഈ അഭിനയം മനസ്സിലുണ്ടായിരുന്നു? ചെറുപ്പകാലം തൊട്ടേ അഭിനയം ഇഷ്ടമായിരുന്നോ അതോ പെട്ടെന്ന് ഇങ്ങനെ മോഡലിംഗ് കഴിഞ്ഞ് അതിലേക്ക് വന്നതാണ്? ഇല്ല, കുട്ടിക്കാലത്ത് അഭിനയം ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴും ഞാൻ ഈ ഫീമെയിൽ ക്യാരക്ടറെ കുറിച്ച് സ്കൂളിലായിരുന്നാലും നാടകം, പിന്നെ ഡാൻസ്, എല്ലാത്തിലും ഫീമെയിൽ ക്യാരക്ടറാണ് കൂടുതലും ചെയ്യാറ്. എനിക്ക് തോന്നുന്നത്, ഇതുവരെയുള്ള കഥ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് അമ്മയ എപ്പോഴും സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരാളല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വീട്ടുകാർ അന്ന് ആ സാഹചര്യം മനസ്സിലാക്കി വീട്ടുകാർ എന്നെ ഒരു ആൺകുട്ടിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പോകണം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എനിക്ക് അങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് മനസ്സിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മൂടിവെച്ചു. അതിനുശേഷം വിവാഹം വന്നപ്പോഴും ഒരാൾക്ക് വേണ്ടി അത് മൂടിവെച്ചു അല്ലേ? അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ചിന്തിക്കുന്ന ഒരാളാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോഴും എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയും ജീവിക്കുന്നു. എൻ്റെ അമ്മ എന്നെ കാണാൻ വരും ഒക്കെ ഉണ്ട്. സഹോദരങ്ങളോടും ഭയങ്കര സ്നേഹമാണ്, എല്ലാവരോടും സ്നേഹമാണ്. എൻ്റെ മോളെ എനിക്ക് എത്ര വയസ്സായാലും മോൾ എൻ്റെ അടുത്ത് വരണം, എല്ലാവരോടും സ്നേഹം, ആരെയും വേദനിപ്പിക്കരുതെന്നുള്ള സാഹചര്യം കൊണ്ടും സിറ്റുവേഷൻ കൊണ്ടും വേദന അനുഭവിച്ചവരായിരിക്കും എല്ലാവരും. ഞാൻ മനഃപൂർവ്വം ചെയ്തൊരു കാര്യമല്ല, ഇങ്ങനെ എത്തിപ്പെട്ടുപോയി അതിൽ. പക്ഷേ എനിക്ക് അത് ഒരു തെറ്റായിട്ട് മറ്റുള്ളവർക്ക് തോന്നുമായിരിക്കാം, പക്ഷേ ഞാൻ ചെയ്തത് തെറ്റല്ലെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. എപ്പോഴും ട്രാൻസ്ജെൻഡേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് അവർ നേരിടുന്നൊരു വലിയ വെല്ലുവിളി സാമ്പത്തികമാണ്. എപ്പോഴും അവരെന്ത് ജോലി ചെയ്യുന്നു എന്നൊക്കെ ആളുകൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. മറ്റൊന്ന്, ട്രാൻസ്ജെൻഡർ ആയി കഴിഞ്ഞതിന് ശേഷം, അതായത് മനസ്സുകൊണ്ട് സ്ത്രീ ആയി കഴിഞ്ഞതിന് ശേഷം ഈ ശസ്ത്രക്രിയയിലേക്കൊക്കെ പോകുമ്പോൾ സാമ്പത്തികമായി വലിയ വെല്ലുവിളി നേരിടേണ്ടി വരും. അവരെ ആരും സഹായിക്കാനുണ്ടാകില്ല. അമ്മയുടെ കാര്യത്തിൽ അതെങ്ങനെയായിരുന്നു? ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഫണ്ട് കണ്ടെത്തുകയൊക്കെ ചെയ്തിരുന്നു, അതിനുശേഷമാണോ ഇതിലേക്കൊക്കെ പോയത്? തീർച്ചയായിട്ടും ഫണ്ട് കണ്ടെത്താതെ നമുക്ക് സർജറിക്ക് വലിയ എമൗണ്ടൊക്കെയാണ് സർജറിക്ക്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല സർജറി ചെയ്യണം, കാരണം പല രീതിയിലുള്ള സർജറികളുണ്ട്. അപ്പോൾ നല്ല സർജറി തന്നെ ചെയ്യണം. ഇനി അഥവാ എന്തെങ്കിലും സർജറി ചെയ്തെന്തെങ്കിലും പ്രശ്നം വന്നു പോയാൽ പിന്നീട് കിടന്ന് അനുഭവിക്കണം. ഞങ്ങളെ കൂടെയുള്ള ഒരുപാട് പേര് അങ്ങനെ അനുഭവിക്കുന്നുണ്ട്, മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ അത്രയും കെയർ ചെയ്തുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത്രയും നല്ല തുക തന്നെ വേണം. അപ്പം ആ തുക എന്തായാലും സ്വരുക്കൂട്ടി ചെയ്ത്, അല്ലെങ്കിൽ നമ്മളത് ശേഖരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ അത്രയും ഇത് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് സർജറിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അവർ പറയുന്ന എമൗണ്ടുകൾ എന്നൊക്കെ പറയുമ്പോൾ വലിയ പ്രൈവറ്റ്, ഇപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ അങ്ങനെ ഇപ്പോൾ സർജറി അങ്ങനെ വരണമെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം അങ്ങനെയൊക്കെ ഒരുപാട് നല്ല രീതിയിൽ വന്നാൽ മാത്രമേ നമ്മളെ പോലെയുള്ളവർക്ക്, ഇപ്പോൾ ഒരു ചെറിയ വിഭാഗം അല്ലല്ലോ അമ്മ, ഒരു വലിയ വിഭാഗമുണ്ട്, അവർക്ക് ആഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞത് ഒരു വലിയ ആവശ്യം തന്നെയാണ്. അതെ, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഇതൊരു ഇതാക്കിയെടുത്താൽ, ഇപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ പ്രത്യേകം വാർഡുകളൊക്കെ വന്നു, എല്ലായിടത്തും ട്രാൻസ്ജെൻഡേഴ്സിന് പ്രത്യേക ഒരു വിഭാഗം, അങ്ങനെ ട്രാൻസ്ജെൻഡർ വിഭാഗം എന്നല്ല, നമ്മളും ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്കൊരു പ്രത്യേക സ്പേസ് എല്ലായിടത്തും തരണം എന്നുള്ളത് തന്നെയാണ്. ഞങ്ങളിപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പോരാടുന്നത്. അത് വന്നു തുടങ്ങിയില്ല എന്ന് പറയുന്നില്ല, സർക്കാരായിരുന്നാലും മറ്റുള്ളവരൊക്കെ വലിയ രീതിയിലല്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കുറച്ചായിട്ടൊക്കെ ഇതാക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നല്ല രീതിയിലാക്കണം, കാരണം അതൊരു വലിയ ആഗ്രഹവുമാണ്, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. സോഷ്യൽ മീഡിയ ഒക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ഒരുപാട് പേരുടെ വിശേഷങ്ങളൊക്കെ അറിയുന്നത് അവരുടെ തന്നെ വ്ലോഗിലൂടെയൊക്കെയാണ്. സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് സജീവമാണ്? ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല ഇതാണ് വീഡിയോസും കാര്യങ്ങളും. പിന്നെ ഈ ഇൻ്റർവ്യൂസുകൾ, മറ്റു ചാനലുകളിൽ ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ പോകുന്നു. പിന്നെ ഇപ്പം എഴുത്തുകാരി എന്നതും അതുപോലെ തന്നെ ഒരുപാട് സംഘടനകളിലൊക്കെ ഉണ്ട്, അത് പോയിട്ട് പിന്നെ ആക്ട്രസ്സായി, അപ്പോൾ മോഡലായി, അപ്പോൾ എല്ലാ രീതിയിലും പല സ്ഥലത്തു നിന്നും പല രീതിയിലുള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നു. പിന്നെ സീരിയൽ മറ്റു 2-3 ചാനലുകളിലെ സീരിയലുകളിൽ ഇപ്പോൾ നല്ല വേഷം ചെയ്തുകൊണ്ടിരിക്കുന്നു.
അപ്പൊ ഞാൻ ചോദിക്കുന്നത് പൂർണ്ണമായിട്ടും അപ്പൊ അഭിനയ രംഗത്തേക്ക് വന്നു, ഇപ്പൊ സാമ്പത്തികവും അത് തന്നെയാണല്ലേ? തീർച്ചയായിട്ടും. അപ്പോ കൂടുതൽ നമ്മൾ ഒരു കാര്യം നമുക്ക് അവിടെ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ അവർക്കും തിരിച്ചു കൊടുക്കണമല്ലോ, നമ്മൾ ഡെഡിക്കേറ്റഡ് ആകണമെന്ന് പറയും. അപ്പൊ കൂടുതലായിട്ട് ഈ ശസ്ത്രക്രിയ പൂർണ്ണമായി എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ കൂടുതൽ ബ്യൂട്ടി കോൺഷ്യസ് ആവണം, നമ്മുടെ ശരീരം നോക്കണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എന്തൊക്കെയാണ് ബ്യൂട്ടി ടിപ്സ്, എന്തൊക്കെയാണ് ചെയ്യാറ്? അതുപോലെ തന്നെ ഇനിയും ആഗ്രഹമുള്ള എന്തെങ്കിലും കാര്യങ്ങളോ? ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് ബ്യൂട്ടി ടിപ്സ്, അല്ലെങ്കിൽ കൂടുതൽ സർജറികൾ, ഈ സൗണ്ട് അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ട്രാൻസ്ജെൻഡേഴ്സ് സർജറി അടക്കം ചെയ്യാറുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇനിയുമുള്ള അങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഒരുപാടുണ്ട്. കാരണം ഞാനിപ്പോൾ ഒരു നടി എന്നുള്ള രീതിയിൽ വന്നിക്കും. ഇപ്പം ഈ ഒരു ഇത് വെച്ചിട്ടുള്ളൊരു ക്യാരക്ടറിനാണ് ദ ജേണിയിൽ അഭിനയിച്ചത്. അപ്പോൾ ഇനി അടുത്ത് ഇതിലും നല്ല നല്ല ക്യാരക്ടറുകൾ വരും. അപ്പോൾ തീർച്ചയായിട്ടും സൗന്ദര്യം ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വർദ്ധിപ്പിക്കണം എന്നാണ്. ഇപ്പം പല ഇപ്പം ഓരോരോ സർജറി, ഇപ്പോൾ മൂക്കായിരുന്നാലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അത് നികത്തി അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്ത് വന്നാൽ മാത്രമേ നമുക്കൊരു പ്രത്യേക സൗന്ദര്യം ഉണ്ടാകത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമവും കൂടെ. അങ്ങനെ എന്തെങ്കിലും ഫേഷ്യൽ സർജറി ചെയ്തിട്ടുണ്ടോ? ഫേസിൽ ഇവിടെ ചിന്നിന്റെ ചെയ്തിട്ടുണ്ട്. ഇവിടെ രണ്ടിടത്ത് മെയിൽസിന് എപ്പോഴും ഇവിടെ രണ്ട് ഭാഗത്തും എല്ല് ഇവിടെ ഇങ്ങനെ ഇതുണ്ടാവും. അത് നമ്മളെപ്പോഴും അത് ഹോസ്പിറ്റലിൽ രാവിലെ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്, അത് ചെയ്തിട്ടാണ് കുറച്ചിട്ടുണ്ട്. അപ്പൊ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോർഷൻ ഏതാണ്? ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹമുള്ളതാണ്. മൂക്കുണ്ട്, പിന്നെ ഇവിടെ ജോ ലൈൻ ഒന്ന് ക്ലിയർ ചെയ്യണം, ജോ ലൈൻ ക്ലിയർ ചെയ്യണം. പിന്നെ ഹെയർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ശ്രദ്ധിച്ചാൽ മാത്രമേ, എപ്പോഴും നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ, പെട്ടെന്ന് പൊഴിയും. നമ്മുടെ എല്ലാവർക്കും ഉണ്ടാവുന്നൊരു തന്നെയാണ്, പെട്ടെന്ന് പൊഴിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വിഗും ഒക്കെ വെച്ച് അങ്ങനെ ഒരു ഇതില്ല. മുമ്പത്തൊക്കെ അങ്ങനെ വെക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഇപ്പോൾ ഇത് ഒറിജിനൽ ആണ്. ഒറിജിനൽ വിഗിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അപ്പൊ ഹെയർ നോക്കണം, സ്കിന്ന് നോക്കണം, ബോഡി നോക്കണം. ഇപ്പൊ മൊത്തത്തിൽ അങ്ങനെ ഒരു ഡെഡിക്കേഷനിലാണ് നടക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങൾക്ക് ഒരു നല്ല നടിയെ കിട്ടി. ഞങ്ങൾ സിനിമ കണ്ടിട്ട് ബാക്കി അഭിപ്രായം പറയാം. എന്തായാലും കാണും. ഷൂട്ട് കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു ഷൂട്ടിംഗ് ഒരു അനുഭവം? എന്തൊക്കെയായിരുന്നു ആ സിനിമയിൽ ചെയ്തപ്പോ? ഷൂട്ടിംഗ് അനുഭവം നല്ല അനുഭവമായിരുന്നു. സാറ് ഇതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ സിനിമയ്ക്ക്. ഒരുപാട് പ്രത്യേകതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ സിനിമ വരുന്ന സമയത്ത് അറിയാൻ പറ്റും. കാരണം ഒരു എന്താ പറയുക, നമ്മൾ സാധാരണ രീതിയിൽ തിയേറ്റർ റിലീസിങ് അങ്ങനെ ഒരു മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അവാർഡുകൾക്ക് വേണ്ടിയിട്ടും പല വിഭാഗം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് അല്ലാതെ തന്നെ മനസ്സിലാവും, അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അത് തന്നെയാണ് ഉദ്ദേശവും. ഇപ്പം നമ്മളെ EFFK കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം എല്ലാത്തിലും ഒരു ട്രാൻസ് വുമൺ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നത് തന്നെ അത് ട്രാൻസ് വുമനെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമ വരുന്നത്. 2 മണിക്കൂർ മൂവിയാണ്. പിന്നെ ഷൂട്ടിംഗ് അനുഭവമാണ് ചോദിച്ചത്. അപ്പോൾ രാത്രി മാത്രമായിരുന്നു ഷൂട്ട്. ഒരു 8 മണി മുതൽ രാവിലെ ഒരു 4 മണി വരെ ഷൂട്ട്. കുറേ ദിവസങ്ങൾ അതിനുവേണ്ടി മാത്രം അങ്ങനെ പോകുമായിരുന്നു. ഇപ്പോൾ രാത്രി ഷൂട്ട്, രാവിലെ ഉറങ്ങും, അങ്ങനെയുള്ള ഒരു ഇത് തന്നെയായിരുന്നു. നല്ലൊരു ഇത് തന്നെയായിരുന്നു. നൈറ്റാണ്, ഫുള്ളി നൈറ്റ് മൂവിയാണിത്. ശരി, അപ്പൊ ഞങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം. എന്തായാലും നമ്മുടെ ഇന്റർവ്യൂ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ഒറ്റ കാര്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, മകൾ തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷയെന്ന് പറഞ്ഞല്ലോ അമ്മയ. ഇപ്പോൾ ഈ 6 വയസ്സേ ഉള്ളൂ കുഞ്ഞിന്, കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ, മനസ്സിലാകുന്ന പ്രായമായി വരുന്നതേ ഉള്ളൂ. പക്ഷെ എന്തെങ്കിലുമൊക്കെ അവൾ അത് അറിയും. അവൾ അമ്മയെക്കുറിച്ച് സെർച്ച് ചെയ്യും. അതിനുള്ള ഇപ്പോൾ ഉള്ള എല്ലാ കാര്യങ്ങളും അവൾക്ക് മുന്നിലുണ്ട്. ഒരു വിരൽത്തുമ്പിൽ കാര്യങ്ങൾ അറിയാനുള്ള സംഭവങ്ങൾ, അത് സാങ്കേതിക വിദ്യയൊക്കെ ഇപ്പോഴുണ്ട്. അമ്മയുടെ ഈ ഇന്റർവ്യൂ മോള് കാണുവാണെങ്കിൽ മോളോട് എന്താണ് പറയാനുള്ളത്? മകളോട്? അതെ, മകളോട് പറയാനായിട്ട്, മകളോട് പറയുന്ന പോലെ പറയണം. അവൾ ഈ ഇന്റർവ്യൂ കാണുവാണ്, മോള് കാണുകയാണ് മോക്ക് വേണ്ടിയിട്ട്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒന്നും ചെയ്തില്ല. ഇപ്പോൾ നമ്മളെ സാഹചര്യവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിറ്റുവേഷനും കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങനൊരു ഇതായി. പക്ഷേ എന്നിൽ നിന്നും എൻ്റെ ഒരു ഇത് തന്നെയാണ് എൻ്റെ മകളും. ഇപ്പം വീണയിലും പ്രസാദിലും ഉണ്ടായെങ്കിലും അമ്മയായി നിൽക്കുമ്പോൾ അമ്മയുടെ രക്തം തന്നെയാണ് മോളും. അപ്പോൾ ആ മോളെ വേണ്ടി, മോക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ മോക്ക് കൊടുക്കാനുള്ളത് എപ്പോഴെങ്കിലും അറിയുമ്പോൾ ഒരു നോക്ക് കാണാൻ അമ്മയായിട്ട് ഇപ്പോൾ അമ്മയുടെ അടുത്ത് വരണമെന്നൊരു ആഗ്രഹം എപ്പോഴും ഉണ്ട്. വരും അമ്മയ. എന്തായാലും മോൾ ഇത് കാണട്ടെ. അമ്മയുടെ ഈ സംസാരം മോൾ ഇതെന്തെങ്കിലും കാണും. മോൾ അമ്മയെക്കുറിച്ച് സെർച്ച് ചെയ്യും, അമ്മയെ എവിടെയാണെന്നുള്ളത് നോക്കും. അപ്പോഴൊക്കെ ഈ ഇൻ്റർവ്യൂ അവളുടെ മുമ്പിൽ ഉണ്ടാകും. അമ്മ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ അച്ഛൻ കാത്തിരിക്കുന്നു. അമ്മയും അച്ഛനും കൂടി ഒരാളാകുമ്പോൾ അത്രത്തോളം സ്നേഹം ഉണ്ടാകും കുട്ടിക്ക്. അപ്പോൾ വരും എന്തെങ്കിലും അവൾ, കേട്ടോ. ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ലാളിക്കണം, അല്ലെങ്കിൽ അവൾ വലുതായാലും കൂടെ ചേർത്ത് നിർത്താനും. ഇപ്പോൾ എന്ത് പറഞ്ഞാലും അവൾക്ക് വേണ്ടി തന്നെയാണ് എല്ലാം. ഞാൻ എന്ത് ചെയ്താലും ഇനി മുന്നോട്ടുള്ള എല്ലാം എൻ്റെ മോക്ക് വേണ്ടി.
തീർച്ചയായിട്ടും എല്ലാ രീതിയിലും ഉയർന്നു വരാൻ കഴിയട്ടെ, നല്ലൊരു നടിയായി വരട്ടെ, മോഡലിംഗ് രംഗത്ത് നന്നായി ചെയ്യാൻ കഴിയട്ടെ. എഴുത്ത് വിടരുത്, ആത്മകഥയിൽ ഞാൻ അടുത്തത് എഴുതിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ഇന്ദ്രൻ സേട്ടനെ കൊണ്ട് എഡിറ്റ് പുസ്തകം എഡിറ്റ് ചെയ്യുന്നുണ്ട്. അത് പോയിട്ട് മലയാളിക്കുള്ള കുറിപ്പുകൾ എന്ന് പറഞ്ഞ് കുഞ്ഞു കുറിപ്പുകൾ മലയാളികൾ മറന്നു അങ്ങനെ സംഭവം ചെയ്യുന്നുണ്ട്. പിന്നെ കേരളത്തിലുള്ള 10 ഞങ്ങളെ കൂടെയുള്ള 10 പ്രമുഖരായ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഓരോരുത്തരുടെയും ഓരോ കുറച്ച് കാര്യങ്ങൾ എല്ലാ മേഖലയിലും തിളങ്ങാൻ പറ്റട്ടെ. ഇനിയും ഞങ്ങൾ ഇതുപോലെ അതിഥിയായി ക്ഷണിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ. ഞങ്ങൾക്ക് അതിഥിയായി ഇപ്പോൾ വന്നതിനും ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിനും വളരെ നന്ദി അമ്മയ. താങ്ക് യു. വീണ്ടും വാർത്തയിലേക്ക്. മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ എത്താതിരുന്ന കുടുംബശ്രീ അംഗങ്ങൾ പിഴയൊടുക്കാൻ നിർദ്ദേശം. CDS ഭാരവാഹികളാണ് പിഴയായി 100 രൂപ വീതം നൽകണമെന്ന കുടുംബശ്രീ അംഗങ്ങളോട് നിർദ്ദേശിച്ചത്. കൊല്ലം പുനലൂരിലാണ് സംഭവം. പുനലൂർ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലും അനുബന്ധ യോഗങ്ങളിലും പൊതുജന പങ്കാളിത്തം കുറവായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയിൽ കായികമന്ത്രി വി അബ്ദുൾ റഹ്മാനായിരുന്നു ഉദ്ഘാടകൻ. മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ പങ്കാളിത്തം കുറവായതിന്റെ ഉത്തരവാദിത്തം കുടുംബശ്രീ അംഗങ്ങൾക്കാണെന്ന വിചിത്രവാദമാണ് CDS ഭാരവാഹികൾ ഉന്നയിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ നാടിനാവശ്യമായ ഒരു സ്ഥാപനമായിരുന്നു. നിങ്ങൾ മറ്റ് യാതൊരുവിധ ഇതുമില്ലായിരുന്നു. ഇവിടുന്ന് കൃഷ്ണപിള്ള സ്മാരകത്തിൽ വന്ന് അവിടുത്തെ ആ ഉദ്ഘാടന ചടങ്ങ് മാത്രമേ ഉള്ളായിരുന്നു. കണ്ട് നമുക്ക് തിരിച്ചു പോരാം. ഞാൻ വീണ്ടും മെസ്സേജ് ഇട്ട് നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ കൃഷ്ണപിള്ള സ്മാരകത്തിൽ വന്ന് നിങ്ങളൊന്ന് ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പൊയ്ക്കൊള്ളാനും പറഞ്ഞു. പക്ഷെ ആരും അത് ചെവിക്കൊണ്ടില്ല. പുനലൂർ നഗരസഭ മുൻ കൗൺസിലർ സരോജ ദേവി, മുനിസിപ്പൽ CDS വൈസ് ചെയർപേഴ്സൺ ഗീതാ ബാബു എന്നിവരാണ് കുടുംബശ്രീ അംഗങ്ങൾക്ക് വാട്സാപ്പിലൂടെ ശബ്ദ സന്ദേശം അയച്ചത്. പങ്കെടുക്കാത്തവർ പിഴയായി 100 രൂപ നൽകണമെന്നായിരുന്നു നിർദ്ദേശം. പ്രിയ അയൽക്കൂട്ട അംഗങ്ങളെ, ഇന്നത്തെ ഈ ഇൻഡോർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങിൽ പങ്കെടുക്കാത്ത എല്ലാ അയൽക്കൂട്ടങ്ങളും അടുത്ത ADS മീറ്റിങ്ങിന് മുമ്പായി 100 രൂപ ഫൈനുമായിട്ട് വേണം എത്തിച്ചേരേണ്ടത്. ഇരുവരുടെയും ശബ്ദ സന്ദേശം പുറത്തായതോടെ വിഷയം വിവാദമായി. എന്നാൽ വാർത്തകളോട് പ്രതികരിക്കാൻ ഇരുവരും തയ്യാറായിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും അതിനാൽ ഈ വാർത്തകളോട് പ്രതികരിക്കാനില്ലെന്നുമായിരുന്നു പുനലൂർ MLA PS സുബാലിന്റെ പ്രതികരണം. ന്യൂസ് 18 കൊല്ലം. ഇടവേള. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5460 രൂപ, പവന് 43,680 രൂപ, വെള്ളി ഗ്രാമിന് 80 രൂപ, കിലോയ്ക്ക് 80,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3551 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.